എന്താ മോനെ പേര്? അച്ചു. എന്താ മോനെ പേര്? അബിൻ. നമുക്കൊരു വെറൈറ്റി മെഡിസിൻ ചെയ്താലോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇവിടെ ചെയ്തിട്ടില്ലാത്തയും ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ലാത്തയും ഒരു ഐറ്റമാണ്. ഞാൻ ഓരോ ദിവസം കഴിയുന്തോറും മെൻ്റലിസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇന്നൊരു ഗവേഷണം നടത്തി ഒരു ഐറ്റം ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇനി ചിലപ്പോൾ ഇത് സക്സസ് ആയാൽ മാത്രമേ ഇനി ഞാൻ ചെയ്യുള്ളൂ. എത്രത്തോളം വർക്കാകുമെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും സെലക്ട് ചെയ്ത കാര്യം വെച്ചാൽ ഇവർ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രം വർക്കാവുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഇത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. കാർഡ്സ് എല്ലാം വ്യത്യസ്തമായ കാർഡ്സുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഷോൾഡറിലൊന്ന് ടച്ച് ചെയ്യുമോ? ഓക്കെ, ഇനി രണ്ടുപേരും ഒന്ന് ഷോസ് ഒന്ന് എടുക്കുമോ? ഒന്ന് ഷോസ് ഒന്ന് വിടുമോ? മനസ്സും ശരീരം ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. കൈ എടുത്തോണേ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കാർഡ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. മോൻ്റെ മനസ്സിൽ എവിടെ വെച്ച് നിർത്താമെന്ന് തോന്നും. മോൻ അവിടെ വെച്ച് സ്റ്റോപ്പ് പറയണം. സ്റ്റോപ്പിന് ശേഷം ഞാൻ ഒരു കാർഡ് മോൻ്റെ കയ്യിലെടുത്തതിന് ആ കാർഡ് മോൻ കാണരുത്. മോൻ അത് ആ സമയം തിരിഞ്ഞ് നിൽക്കണം. ആ കാർഡ് ക്യാമറയിൽ കാണിക്കണം. അതുപോലെ തന്നെ അത് ഏതാണെന്ന് ഞാൻ മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും കാർഡ് ഏതാണെന്ന് മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും റൈറ്റ് കൈ ഒന്ന് ഫ്രണ്ടിലോട്ട് നീക്കുമോ? ഓക്കെ, ആ ഒരു കൈ ഞാൻ ഇതിൽ ഹോൾഡ് ചെയ്ത് എൻ്റെ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യും. ഇനി ഒന്ന് ശ്വാസം ഒന്ന് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൂന്നിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ മൂന്നുപേരും തമ്മിൽ ഇപ്പോൾ ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ അവസാനം ഒരു വലിയൊരു എന്താ പറയുക, വലിയൊരു എൻഡിങ് ആയിരിക്കും. നല്ലൊരു എൻഡിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കണക്ഷൻ ഇല്ലെങ്കിൽ ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനും ചാൻസ് കുറവായിരിക്കും. ഓക്കെ, മോൻ തിരിഞ്ഞിരുന്നു. മോനെ കാണാതിരിക്കാൻ വേണ്ടിയാണ് കാർഡ്. ഓക്കെ, മോൻ്റെ മനസ്സിൽ എവിടെ വെച്ച് നിർത്താൻ തോന്നുന്നു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ കാർഡ് എന്നെ കാണിക്കില്ല. ക്യാമറ നോക്കിയിട്ട് ക്യാമറ കാണിച്ചാൽ മനസ്സിലുണ്ടായിരിക്കണേ. അത് പോക്കറ്റിലിട്ടോ. ഓർമ്മയിലുണ്ടാവണേ. ഓക്കെ, ഇനി മോൻ തിരിഞ്ഞോ? ഓക്കെ, മോൻ മനസ്സിൽ എവിടെ വെച്ച് നിർത്താൻ തോന്നും അവിടെ വെച്ച് സ്റ്റോപ്പ് പറയണം. എന്നെ കാണിക്കരുത്, നോക്കണം. അത് കാർഡ് മനസ്സിലുണ്ടാവണം. അത് ക്യാമറ കാണിക്കണം. ഓക്കെ, നോക്കണേ. അത് ക്യാമറ കാണിക്കണേ. ഒന്ന് പോക്കറ്റിൽ ഹൈഡ് ചെയ്തോണേ. പോക്കറ്റിൽ ഹൈഡ് ചെയ്തോ. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ആ കാർഡുണ്ടല്ലോ. രണ്ടുപേരുടെയും മനസ്സിൽ ആ കാർഡുണ്ട്. ബാക്കി കാർഡ്സ് ഞാനിവിടെ ടേബിളിൽ വയ്ക്കുകയാണ്. മോൻ ആ കാർഡൊന്ന് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, മോനൊന്ന് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, രണ്ടുപേരും കാർഡ് മനസ്സിൽ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ കാർഡ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവുള്ളൂ. ഓക്കെ, മോൻ്റെ പേര് അച്ചു എന്നല്ലേ? മോൻ്റെ പേര് അബിൻ. നമുക്ക് രണ്ടുപേർ തമ്മിൽ ഒരു നല്ല കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നതെല്ലാം ഒരുപോലെ ആയിരിക്കും. ഇപ്പം ഞാൻ എവിടെയോ വെച്ച് നിർത്താൻ പറഞ്ഞ് മോൻ എവിടെയോ വെച്ച് നിർത്തിയപ്പോൾ മോനൊരു കാർഡ് കിട്ടി. മോൻ എവിടെ വെച്ച് നിർത്താൻ മോനൊരു കാർഡ് കിട്ടി. ഒരിക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കാർഡ് കിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കാർഡായിരിക്കും. ഓക്കെ, മോൻ എൻ്റെ ഷോൾഡറിൽ ടച്ച് ചെയ്തിട്ട് ആ കാർഡ് ചുണ്ടനങ്ങാൻ മനസ്സിൽ പറയൂ. ഓക്കെ, മോന് കിട്ടിയൊരു കാർഡ് ചുവപ്പ് കളറാണ്. ഓക്കെ, മനസ്സിലത് വിചാരിച്ചു. ഇവർ തമ്മിലിപ്പോൾ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടും കിട്ടിയത് ഒരേ കാർഡായിരിക്കും. ഇത് എത്രത്തോളം വർക്കാവുന്നുള്ള ഒരു ട്രൈ മാത്രമാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ കാർഡ് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം കാർഡാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? സെയിം നമ്പറിലെ കാർഡ്. ഇത്രയും കാർഡിനുള്ളിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത് ഞാൻ പറയുന്നത് മോന് കിട്ടിയ 6 എന്ന് പറഞ്ഞ നമ്പരാണ്, മോന് കിട്ടിയ 6 എന്ന് പറഞ്ഞ നമ്പരാണ്. അല്ല, കിട്ടിയതാണ്. ഒരാൾക്ക് ഹാർട്ട്, മറ്റൊരാൾക്ക് ഡയമണ്ട്. ഞാനിവിടെ എഴുതുകയും ചെയ്തായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്രയും കാർഡ്സ് ഒന്ന് ക്യാമറ കാണിക്കൂ. അല്ല, കാർഡ് ക്യാമറ കാണിക്കും. കണ്ട, ഹാർട്ടും ഡയമണ്ട് മാത്രം തിരിഞ്ഞു പോയി. ബാക്കി ഇത്രയും കാർഡ്, ഇത്രയും നമ്പർ കണ്ടോ? ഇത്രയും വെറൈറ്റി നമ്പറിനിടയിൽ
ഒരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് പറയാൻ പോയപ്പോൾ നിങ്ങൾ രണ്ടുപേരും സെയിം നമ്പർ വെച്ച് സ്റ്റോപ്പ് ചെയ്ത്. ഇനി 6 ഡയമണ്ട് 6 ഓഫ് ഹാർട്ട്സ് എന്ന് പറഞ്ഞ് വേറൊരു കാർഡില്ല. പക്ഷേ ഇവർ തമ്മിൽ എനിക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റി. ഇവർ രണ്ടുപേരെയും ഒരേപോലെ മൈൻഡ് ചിന്തിപ്പിക്കാൻ തോന്നി. ഇപ്പോൾ ഇതിനിടയിൽ വേറെ എവിടെയെങ്കിലും വെച്ച് നിർത്താമായിരുന്നു. പക്ഷേ കറക്റ്റ് മോൻ നിർത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ അവന് സ്റ്റോപ്പ് പറഞ്ഞു. അതുകൊണ്ടല്ലേ അവന് വേറെ എവിടെ വെച്ച് നിർത്താൻ പറഞ്ഞാൽ 6 എന്ന കാർഡ് കിട്ടില്ലായിരുന്നു. കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനി 6 എന്ന് പറഞ്ഞ് റെഡ് കളർ കാർഡ് വേറെ ഒന്നും ഉണ്ടാവില്ല. വേറെ 6 ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. 6 ബ്ലാക്ക് അല്ലേ ഉള്ളൂ. റെഡിലുണ്ടോ ഇവിടെ? നോക്കിയോ മോനെ, ഇത് 9ആണ്. 9. ഓക്കെ, നോക്കാം. നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് റെഡാണ്. ഓക്കെ, ഇതിനാണ് മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്.